ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ? ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ വിചാരിച്ചിട്ടാണ് തുടങ്ങുക, അല്ലേ? അപ്പോൾ എന്തിനും ഏതിനും പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് മാത്രം. അപ്പോൾ ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി നമ്മൾ പറയാണ്. അപ്പം ഞാൻ എന്നോട് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദൈവം ഉണ്ടോ ഇല്ലേ, അതിപ്പോൾ നമ്മൾ ഓരോ മതത്തിനും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്, അല്ലേ? അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ ദൈവം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ശക്തി നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ശക്തി തീർച്ചയായും ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ആ ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമ്മൾ ചിലർ ദേവീനെ ഭജിക്കുന്നവരുണ്ടാവും, ശിവഭഗവാനെ ഭജിക്കുന്നവരുണ്ടാവും, വിഷ്ണുവിനെ ഭജിക്കുന്നവരുണ്ടാവും. അത് ഓരോരുത്തരുടെ വിശ്വാസം, ഓരോരുത്തരുടെ അവരവരുടെ അനുഭവം. അപ്പോൾ അങ്ങനെയൊന്നും അപ്പോൾ ആ വിശ്വാസം ഏതായാലും ആ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ രാവിലെ തന്നെ നമ്മൾ തുടങ്ങുന്നത്, അല്ലേ? അതുപോലെ രാത്രി നമ്മൾ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കണം എന്നാണ് പറയുക. വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോ വല്ലതുണ്ടെങ്കിൽ അത് നോക്കുക. അതുപോലെ തന്നെ കട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നമ്മുടെ 2 കൈയും മലർത്തിപ്പിടിച്ച് കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ പാർവതി, എങ്ങനെ നമ്മൾ കയ്യിലേക്ക് നോക്കിയിട്ട് 2 കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് കയ്യിലേക്ക് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഭൂമി ദേവിയെ തൊട്ട് വന്ദിച്ച് വേണം കാൽപാദം താഴേക്ക് വയ്ക്കാം എന്ന് പറയും. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾ അനുസരിച്ച് ഓരോരുത്തരും പെരുമാറുന്നു. ചിലവർ ഇതൊന്നും ഇല്ലാതെ തന്നെ രാവിലെ തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ചിലവർ ഇതേ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുക. ദൈവത്തിനെ കൃഷ്ണനോ വിഘ്നേശ്വരനോ ശിവനോ അല്ലെങ്കിൽ ആരോ ആ ഭഗവാനോ ഭഗവതിയോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആചാരപ്രകാരമുള്ള ഏത് വിശ്വാസത്തെയും നമ്മൾ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വലത്തോട്ട് തിരിഞ്ഞെഴുന്നേറ്റ് ഹിന്ദുക്കളുടെ ഇതിൽ പറയുമ്പോൾ ഇങ്ങനെ പറയും, 2 കൈ നിവർത്തി പിടിച്ച് ആ കൈയിലേക്ക് നോക്കി ഇങ്ങനെ കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യ സരസ്വതി, കരമൂലെ പാർവതി എന്ന് നമ്മൾ 3 പ്രാവശ്യം 1 പ്രാവശ്യം എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ വലത്തേ കാല് നിലത്തേക്ക് ചവിട്ടി നമ്മൾ ഭൂമിയെ തൊട്ട് നെറുകയിൽ വെച്ചിട്ട് വേണം ഭൂമി ദേവീനെ. നമ്മൾ എന്താ വെച്ചാൽ ഭൂമി ദേവീനെ ചവിട്ടിയിട്ടാണ് പകൽ മുഴുവൻ നമ്മൾ നടക്കും കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എത്രമാത്രം മുഴുവൻ പേരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും മിക്കവർക്കും അറിയണ്ടായിരിക്കും. അതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ദിനകൃത്യങ്ങളൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ച് നമ്മൾ വീണ്ടും രാവിലെ വിളക്ക് വെക്കുന്നവരാണെങ്കിൽ വിളക്ക് വയ്ക്കും. വിഷ്ണു സഹസ്രനാമം, ദേവി മഹാത്മ്യം അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വായിക്കും. എന്തായാലും നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിട്ട് നോക്കി ഭസ്മക്കുറിയൊക്കെ തൊട്ട് പല്ല് തേച്ച് മുഖം കഴുകി അങ്ങനെ ചെയ്യില്ലേ? അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ പരിപാടികൾ ഓരോന്നായിട്ട് തുടങ്ങുകയില്ലേ? അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടമ്മയ്ക്ക് പിന്നെ അവിടെ തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി പാതിരാത്രി ആയാലും ചിലപ്പോൾ പണികൾ കഴിയില്ല. എന്താ ഇത്ര പണിയെന്ന് ചോദിക്കും. അത് ചോദിക്കുന്നവർക്ക് എന്താണെന്നുള്ളത് അറിയില്ല, പക്ഷെ ചെയ്യുന്നവർക്കറിയാം. എത്ര നമ്മൾ ക്ലീനാക്കി അല്ലെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു ചോറും കൂട്ടാനല്ലേ വെക്കണ്ടുള്ളൂ എന്ന് ചോദിക്കും. ആ ചോറും കൂട്ടാനും ഉപ്പേരി ആയിക്കോട്ടെ, നമ്മൾ അച്ചാറൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാം. അതുപോലെ പപ്പടമാണെങ്കിലും നമുക്കൊന്ന് 2 ദിവസമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്ന് നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും എന്തെങ്കിലും അടുക്കളയിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലേക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി 8 മണിക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണം തോന്നി ഉണ്ടാക്കി. അതുപോലെ തന്നെ പാല് കാച്ചാൻ ഓറൊഴിക്കാണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാല് കാച്ചി കുടിക്കുന്നവർക്കാണെങ്കിൽ പാല് കാച്ചി വെച്ച് പിന്നെ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച്. അപ്പം നമ്മൾ ചിലപ്പോൾ കളയേണ്ട മുതലാണെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ നമ്മൾ അതെടുത്ത് കഴിക്കും. കാരണം എന്താ വെച്ചാൽ കളയേണ്ടത് പേടിച്ചിട്ട് അങ്ങനെ എടുത്ത് കഴിക്കും. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് പേരൊക്കെ ആരോഗ്യം നോക്കുന്ന കാരണം കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. എന്നാലും നമുക്ക് എന്താ വിഷമം വരിക വെച്ചാൽ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കണം എന്നില്ല കേട്ടോ.
കാരണം ആ കുറച്ച് നമ്മൾ കളയുന്നതിന് അല്ലെങ്കിൽ ആ കുറച്ച് കാശ് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് കഴിച്ചു, അല്ലെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദോഷം ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ ഇരട്ടി നമുക്ക് ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഭക്ഷണം നമ്മൾ കൺട്രോൾ ഇല്ലാതെ ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ രാത്രി ടിഫിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ചട്നി ആണെങ്കിൽ പോലും നമ്മളത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗറും കൂടും, നമുക്ക് പൊണ്ണത്തടി വരാനും ഒക്കെ അതിന് കാരണമായി തീരും. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സ്ത്രീകൾ, അതായത് വീട്ടമ്മമാർ മാറാനുണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ കേട്ടോ. പിന്നെ ചിലവരുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കുന്ന ആൾക്കാരെയും കാണാം. അപ്പോൾ ഒരു വീട്ടിൽ 2 3 സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2 ആൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടാവും, 3ാമത്തെ ആൾ ചിലപ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കും. ആർക്കും ഒന്നും അറിയാതെ അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിട്ട് അവർ ജീവിക്കില്ലേ, അപ്പോൾ അവരുണ്ടാക്കില്ലേ കാര്യങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. പാചകം എന്ന് പറയുന്നത്, പാചകം നമ്മൾ ആരും പഠിച്ചു വന്നതല്ല. നമ്മൾ പാചകം നമ്മൾ ചെയ്യുന്നു. ആ ചെയ്യുന്ന കൂട്ട് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കൈപ്പുണ്യം എന്ന് പറയുന്നത് എവിടെ നിന്നോ പാറി നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണല്ലോ അല്ലേ. അപ്പം നമ്മൾ മനസ്സ് നിറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്നത് നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളോ ഭക്ഷിക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷം, അല്ലെങ്കിൽ അവരാ രുചി ഉണ്ട് എന്നുള്ളത് പറയുന്നത് നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ആ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പാചകം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ആ പാചകം അവർക്ക് വേണ്ടി നമ്മൾ ഇഷ്ടത്തോടു കൂടി പാചകം ചെയ്യുമ്പോഴാണ് ആ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം ഏതോ ആയിക്കോട്ടെ അതിന് സ്വാദ് വരുന്നത്. അപ്പോൾ ഇല്ല നമുക്ക് ഇഷ്ടമില്ല, ദേഷ്യം വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തൊക്കെയോ ചപ്പ് ചവറ് വേവിച്ച് തിന്നണ പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പാചകം എപ്പോഴും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണം. അപ്പോൾ എത്ര പണിത്തിരക്കുണ്ടെങ്കിലും, എന്തൊക്കെ നമുക്ക് ഇപ്പോൾ കുറേ പണിയുണ്ട് അല്ലെങ്കിൽ വയ്യ അങ്ങനെയൊക്കെ വിചാരിച്ചാലും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്കും അത് തന്നെയാണ് മനസ്സിലെ സന്തോഷം. മറ്റുള്ളവർ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ചിലവർ അറിയില്ല കൊണ്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് അങ്ങനത്തെ മാറി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനായിട്ട് അറിയില്ല. നമുക്കത് അറിയില്ലെങ്കിലും നമ്മൾ ചെയ്യാം എന്ന് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മാറി നിൽക്കാനായിട്ട്. അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്താ മാനസികാവസ്ഥ എന്ന് പറയാൻ കാരണം, നമുക്കും അറിയില്ല കൊണ്ട് മാറി നിൽക്കാൻ അറിയും, പക്ഷേ നമ്മളത് ചെയ്യില്ല. കാരണം മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു സന്തോഷമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദിനരാത്രങ്ങൾ ഓരോന്ന് ഇങ്ങനെ തന്നെ കഴിഞ്ഞു പോവുകയാണ്. ആ കഴിഞ്ഞു പോകുന്ന ദിനരാത്രങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ട് ഒന്നും ചെയ്യാനോ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സൺ ടാൻ വന്നു, ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ സൺ ടാനാണ്, വെയിൽ കൊള്ളണ്ട അല്ലെങ്കിൽ അങ്ങനെയാണ്. വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞു കുറച്ച് കൂവയുടെ കാര്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് കൊപ്പർ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വെയിൽ പോകുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളുക തന്നെ വേണം. അപ്പോൾ വെയിൽ കൊള്ളാതെ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ സ്നേഹിച്ചു കൊണ്ടിരുന്നാൽ വീട്ടിലെ പണികൾ നടക്കില്ല. അപ്പോൾ പണികൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ വെയിലത്ത് ഇറങ്ങിയിട്ടും അതുപോലെ തന്നെ കാര്യങ്ങൾ ഓരോന്നും ചെയ്തിട്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ സ്കിൻ ഡോക്ടറുടെ ഓയിൻമെൻറ്റൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ സ്കിൻ ഡോക്ടറുടെ ഓയിൻമെൻറ്റ് എന്നല്ല, നമ്മൾ സൗന്ദര്യം വരുത്താനായിട്ട് എന്ത് ചെയ്യണമെങ്കിലും ഇഷ്ടംപോലെ ഫേസ് പാക്കുകളുണ്ട്. നമുക്കറിയാം, ഞാനും നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഒരു ദിവസമൊക്കെ നല്ല രീതിയിൽ നമ്മളത് പുരട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്രീമും ഉപയോഗിക്കാത്തതും ഒരു പൗഡറോ ക്രീമോ ഒന്നും ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം ഈ ക്രീമുകളൊക്കെ ഞാൻ വാങ്ങിച്ചാലും ഒരു ദിവസം അല്ലെങ്കിൽ കൂടി വന്ന 2 ദിവസം നല്ല ഇഷ്ടം കൊണ്ട് നന്നായിട്ട് പുരട്ടുമ്പോൾ എന്നും പുരട്ടണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ അതവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ എത്ര വില കൂടിയ ക്രീമാണെങ്കിലും നമ്മളതവിടെ മാറ്റി വയ്ക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടാറില്ല. അതുപോലെ പാക്കുകളാണെങ്കിലും ഞാൻ അതിന് മെനക്കെടാറില്ല. പക്ഷേ മുഖത്ത് ഇങ്ങനെ വന്നു എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിലൊരു വിഷമം തോന്നിയിട്ടാ. അപ്പോഴാണ് ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ടതും കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറുപ്പ് കളറിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഈ കണ്ണിൻ്റെ അടിയിലും കൂടി കുറച്ചുണ്ട്. പിന്നെ എനിക്ക് ഉറക്കക്കുറവുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങളാണ്. അടുക്കള പണിയുടെ കാര്യം പറഞ്ഞു. ആരും നമ്മുടെ മരുന്ന് പഠിച്ച് വരില്ല. അടുക്കള പണി എന്നല്ല, ബാക്കി ഏത് കാര്യങ്ങളാണെങ്കിലും ഓരോ ഭാരങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ
അതാരും പഠിച്ചിട്ടല്ല, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്തു പോകുന്നത്. അതിന് മനസ്സില്ലാത്തവർ ചെയ്യില്ല, മനസ്സുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പം ചുരുക്കം നമ്മുടെ വീട്ടിലൊരു അച്ഛനോ അമ്മയോ ഉണ്ട്. ആ അച്ഛനും അമ്മയും പ്രായമായി ചെല്ലുന്തോറും അല്ലെങ്കിൽ പ്രായമായി അവരെല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതാണ്. നമ്മളെയൊക്കെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അച്ഛനും അമ്മേനെയും നോക്കുന്നതിനായിട്ട് ഇന്ന് മക്കൾക്ക് മത്സരമാണ് അല്ലേ. ഓരോ സ്ഥലങ്ങളിലും കാണുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട് മത്സരമാണ്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിലേക്ക് 10 ദിവസം 10 ദിവസം അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്നവരുണ്ട്. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് പാർപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആക്കുന്നവരുണ്ട്. എത്രയോ തുക നമ്മളവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തി പറയല്ല, പക്ഷെ ചില അച്ഛനും അമ്മയും മക്കളുടെ ബുദ്ധിമുട്ട് അറിയാതെ ജീവിക്കുന്നവരും ഉണ്ട്. ചിലവർ നല്ല രീതിയിൽ ജീവിക്കുന്ന അച്ഛനമ്മയാണെങ്കിൽ പോലും നോക്കാൻ മക്കൾ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ അച്ഛനും അമ്മയും ഞാനാണെങ്കിലും പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു അവർ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പുറത്ത് പോകുന്ന സമയത്ത് ഒരു പരിധി വരെ അവർ വിളിച്ചാലും നമ്മൾ പോകാനായിട്ട് പാടുള്ളൂ. കാരണം നമുക്ക് വൈകുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇഷ്ടപ്പെട്ടോളെന്ന് വെച്ചാൽ നമ്മളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടല്ല, എന്നാലും അവർക്ക് അവരുടേതായ ഫ്രീ ആയിട്ട് കാര്യങ്ങളായിട്ട് അവരിങ്ങനെ പോണ സമയത്ത് നമ്മളൊരു ബാധ്യതയായിട്ട് മാറാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഇല്ല ഇല്ല എന്ന് പറയേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ പോവുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടി നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മക്കുറവിനെ അത് ബാധിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മക്കുറവിനെ ബാധിക്കും. അതിന് നമുക്ക് നമ്മുടേതായിട്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ അടുക്കളപ്പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തുണികൾ നമ്മൾ തന്നെ കൈകൊണ്ട് കഴുകുക. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മക്കുറവിനെ ഒരു പരിധി വരെ വരുന്ന അസുഖങ്ങളെ നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രിക്കാനായിട്ട് കഴിയും. പിന്നെ മാത്രമല്ല, നമ്മുടെ മക്കൾ നമ്മളെ നോക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ നമുക്ക് നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നേരത്തെ വെള്ളം കിട്ടുന്നുണ്ടല്ലോ, അതന്നെ ഒരു ഭാഗ്യം എന്നുള്ളത് ചിന്തിച്ചത് നമ്മൾ വേണ്ടത് നമ്മൾ പറയാതിരിക്കേണ്ട എന്നല്ല പറയുന്നത്. എന്നാലും നമുക്ക് ആ കിട്ടുന്നത് തന്നെ സന്തോഷം. ഇനിയുള്ള കാലം അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ആ കിട്ടുന്നത് നമ്മൾ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും മിണ്ടാതെ നമ്മൾ ആ കിട്ടുന്നത് ഭക്ഷിച്ച് സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ, അതന്നെ ഒരു ഭാഗ്യം. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ജീവിച്ച് പോവുകയാണ് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ അച്ഛനും അമ്മേനെയൊക്കെ നമ്മൾ നോക്കണ പോലെ നമ്മളെ നോക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റില്ല. അതിനുള്ള ക്ഷമയും അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് തന്നെ ഇവിടെ ഇവർ പറയും, എൻ്റെ അമ്മയ്ക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ കാണുമ്പോൾ അവർ പറയും, അമ്മ നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അമ്മ ആയതുകൊണ്ടാണ്, ഞങ്ങൾക്ക് പറ്റില്ല, ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയും. ശരിയാണ്. അപ്പോൾ അതിനുള്ള ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കങ്ങനെ കിട്ടിയില്ലെങ്കിലും കിട്ടിയത് അതനുസരിച്ച് നമ്മൾ മാറ്റം വരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. നമ്മൾ ദൈവത്തെ വിളിച്ചും അല്ലെങ്കിൽ ഭക്തിയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെക്കാളും ഒരു വിളക്ക് പോലും തെളിക്കാത്ത അല്ലെങ്കിൽ ഒരു അമ്പലങ്ങളിൽ പോവാത്ത മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് ജീവിതത്തിൽ വിജയം കാണുന്നത്. പക്ഷേ പണ്ടുള്ളവർ പറയുന്ന പോലെ എത്ര ഉയരത്ത് പോയാലും സമ്മാനം വാങ്ങാൻ താഴെ വരണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയും. അതുപോലെ തന്നെയാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. നമുക്ക് ഒരാളുടെയും നാശം അല്ലെങ്കിൽ ഒരാളുടെയും വിഷമം നമുക്ക് കാണണ്ടല്ലോ. നമുക്കുള്ള വിഷമം അത് നമ്മൾ സ്വയം അനുഭവിച്ചാൽ മതിയല്ലോ. അത് മറ്റുള്ളവരോട് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞ് ആവുന്നതിനേക്കാളും നമ്മുടെ വിഷമം നമ്മൾ മറ്റുള്ളവരോട് പറയാതെ നമുക്ക് സ്വയം അനുഭവിച്ച് തീർക്കലേ നല്ലത്. അപ്പോൾ അത് സാമ്പത്തികമാണെങ്കിലും നമ്മുടെ മാനസിക വിഷമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളാണെങ്കിലും മറ്റൊരാളോട് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അത് കേട്ട് അതിനുശേഷം ഒന്നുകിൽ അപ്പുറത്ത് പോയിട്ട് വേറെ പറയുമോ, അല്ലെങ്കിൽ അത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരും മെഡിസിൻ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മളോട് മറുപടി കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ പോലും മറ്റൊരാളോട് പറയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നി, അതുകൊണ്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.